കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരം ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി പറയുകയാണ്, കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ കഥ മാത്രമല്ല, കുറച്ച് വർത്തമാനവുമൊക്കെ അവസാനമുണ്ട്. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് നമുക്ക് കടക്കാം. ഇന്നൊരു ജാതക കഥയാണ് പറയുന്നത്. അത്തിമരവും തത്തയും എന്ന് പറഞ്ഞ ചെറിയൊരു പുസ്തകമുണ്ട്, അതിനകത്തുനിന്ന് എടുത്തൊരു കഥയാണ്. അപ്പോൾ നമുക്ക് ആ ജാതക കഥയിലോട്ട് കടക്കാം, എന്നിട്ട് മടങ്ങി വരാം. വാരണാസിയിലെ രാജാവിൻ്റെ മക്കളായിരുന്നു അനന്തദത്തനും ബ്രഹ്മദത്തനും. ജ്യേഷ്ഠനായ അനന്തദത്തൻ മികച്ചൊരു വില്ലാളിയായിരുന്നു. അനുജനോട് അതിയായ വാത്സല്യവും സ്നേഹവും ഉണ്ടായിരുന്നു അയാൾക്ക്. അച്ഛൻ്റെ മരണശേഷം രാജാധികാരം അനന്തദത്തൻ ഏറ്റെടുത്തില്ല. അനുജൻ ബ്രഹ്മദത്തനെ രാജാവാക്കി വാഴിച്ചു. ബ്രഹ്മദത്തൻ രാജാവായതോടുകൂടി അയാൾക്ക് കുറേ ചീത്ത കൂട്ടുകാരുമുണ്ടായി. രാജാവാക്കിയെന്നും കരുതി അനന്തനെ വിശ്വസിക്കരുത്. അയാളുടെ മനസ്സ് എപ്പോൾ വേണമെങ്കിലും മാറാം. അതുകൊണ്ട് തന്നെ അങ്ങയുടെ ഈ സ്ഥാനം ശാശ്വതമല്ല. എത്രയും വേഗം അനന്തദത്തനെ ബന്ധനത്തിലാക്കുന്നതാണ് ബുദ്ധി. അതായത് തുറങ്കലിൽ അടയ്ക്കണമെന്ന് കൂട്ടുകാർ ബ്രഹ്മദത്തനെ ഉപദേശിച്ചു. അത് ശരിയാണെന്ന് ബ്രഹ്മദത്തനും തോന്നി. അയാൾ അനന്തദത്തനെ തുറങ്കിൽ അടയ്ക്കാൻ തീരുമാനിച്ചു. ഈ വിവരം അനന്തൻ്റെ ചെവിയിലും എത്തി. അയാൾ പിന്നെ ഒരു നിമിഷം വൈകിയില്ല. തൻ്റെ അമ്പും വില്ലുമായി നാടുവിട്ടു. നീണ്ട ഒരു യാത്രയ്ക്കൊടുവിൽ അയൽ രാജാവിൻ്റെ സൈന്യത്തിൽ പടയാളിയായി ചേർന്നു. ഒരു ദിവസം രാജാവ് ഉദ്യാനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ മാവിൻ കൊമ്പിൻ്റെ തുഞ്ചത്ത് ഒരു കുല മാങ്ങ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. കുലയുടെ മുകളിൽ ഒരു മാമ്പഴം പഴുത്തു പാകമായി നിന്നിരുന്നു. ആരവിടെ? ആ മാങ്ങ പറിച്ചുകൊണ്ട് വരൂ. മറ്റ് മാമ്പഴങ്ങൾക്ക് ഒരു തകരാറും സംഭവിക്കരുത്, രാജാവ് കൽപ്പിച്ചു. ഒരു ദിവസം രാജാവ് ഉദ്യാനത്തിൽ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ മാവിൻ കൊമ്പിൻ്റെ തുഞ്ചത്ത് ഒരു കുല മാങ്ങ തൂങ്ങിക്കിടക്കുന്നത് കണ്ടു. കുലയുടെ മുകളിൽ ഒരു മാമ്പഴം പഴുത്തു പാകമായി നിന്നിരുന്നു. ആരവിടെ? ആ മാങ്ങ പറിച്ചു കൊണ്ടുവരൂ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മറ്റ് മാമ്പഴങ്ങൾക്ക് ഒരു തകരാറും സംഭവിക്കരുത്, രാജാവ് കൽപ്പിച്ചു. മാമ്പഴം പറിക്കാൻ എല്ലാവരും ശ്രമിച്ചു. പക്ഷേ ആർക്കും കഴിഞ്ഞില്ല. ഈ വിവരമറിഞ്ഞ അനന്തൻ അവിടെ എത്തി. അയാൾ മാമ്പഴം ലക്ഷ്യമാക്കി അമ്പ് തൊടുത്തു. അമ്പ് മുകളിലേക്ക് പോകുമ്പോഴാണോ അതോ താഴേക്ക് വരുമ്പോഴാണോ മാങ്ങയുടെ ഞെട്ട് അറക്കേണ്ടത്? അനന്തൻ അമ്പ് വിടുന്നതിന് മുമ്പ് രാജാവിനോട് ചോദിച്ചു. അത് കേട്ട് രാജാവ് വിസ്മയിച്ചു. ആ അമ്പിനെ താഴേക്ക് കൊണ്ടുവന്ന് എന്തിലെങ്കിലും കൊള്ളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ആ വിദ്യയൊന്ന് കാണട്ടെ, രാജാവ് ഉത്സാഹത്തോടെ പറഞ്ഞു. അനന്തൻ മുകളിലേക്ക് ഒരു അമ്പെയ്തു. ഉടൻ തന്നെ മറ്റൊരെണ്ണവും. രണ്ടാമതയച്ച അമ്പ് ആദ്യത്തെ അമ്പിൻ്റെ തൂവലിൽ തട്ടി. അതിൻ്റെ ദിശ മാറി താഴേക്ക് വന്നു. ഒപ്പം മാമ്പഴത്തിൻ്റെ ഞെട്ടിൽ കൊള്ളുകയും ചെയ്തു. ഞെട്ടറ്റ് വീണ മാമ്പഴം നിലത്ത് വീഴാതെ പിടിച്ച് അനന്തൻ രാജാവിന് നൽകി. ഗംഭീരം, ഗംഭീരം! രാജാവ് അനന്തനെ അഭിനന്ദനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. അദ്ദേഹം അനന്തനെ സൈന്യാധിപനായി നിയമിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം 7 രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് ബ്രഹ്മദത്തനെ ആക്രമിച്ച് വാരണാസി കീഴ്പ്പെടുത്താൻ പദ്ധതിയിട്ടു. സൈന്യം വാരണാസിയുടെ അതിർത്തിയിൽ താവളമടിച്ചു. ബ്രഹ്മദത്തൻ വല്ലാതെ ഭയന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ ഉയറി. ഈ വിവരം അനന്തൻ്റെ ചെവിയിലുമെത്തി. തൻ്റെ അനുജൻ അപകടത്തിലാണെന്നറിഞ്ഞപ്പോൾ അയാൾക്ക് സമാധാനമില്ലാതെയായി. അയാൾ തൻ്റെ രാജാവിനെ ചെന്ന് കണ്ട് കാര്യം പറഞ്ഞു.
എനിക്കെൻ്റെ അനുജനെ രക്ഷിക്കണം. അതിനായി എനിക്ക് സൈന്യത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ അനുമതി തരണം. രാജാവ് സന്തോഷത്തോടെ അനന്തനെ യാത്രയച്ചു. അനന്തൻ ശത്രുപാളയത്തിൻ്റെ അടുത്തെത്തിയതും ഒരു അമ്പെടുത്ത് അതിൽ ഇങ്ങനെ എഴുതി: ഒറ്റ അസ്ത്രം കൊണ്ട് നിങ്ങളെയൊക്കെ വകവരുത്താൻ ഒരുങ്ങി നിൽക്കുകയാണ് രാജകുമാരനായ അനന്തദത്തൻ. ആ അസ്ത്രം പാളയം ലക്ഷ്യമാക്കി അനന്തൻ എഴുതു. അത് വളഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്ന 7 ശത്രു രാജാക്കന്മാരുടെയും നടുവിൽ വച്ചിരുന്ന സ്വർണ്ണത്തളികയിൽ ചെന്ന് തറച്ചു നിന്നു. അത് കണ്ട് അവർ ഭയന്നുപോയി. രാജകുമാരൻ അനന്തൻ തിരിച്ചു വന്നിരിക്കുന്നു. ഇനി നമുക്ക് വാരണാസിയെ ആക്രമിച്ച് തോൽപ്പിക്കാൻ കഴിയില്ല. ശത്രുക്കൾ ഉടൻ തന്നെ പിൻവാങ്ങി തങ്ങളുടെ രാജ്യത്തേക്ക് മടങ്ങി. ബ്രഹ്മദത്തന് കുറ്റബോധം കൊണ്ട് തലയുയർത്താൻ കഴിഞ്ഞില്ല. അയാൾ ജ്യേഷ്ഠൻ്റെ കാലിൽ വീണു. എനിക്കെൻ്റെ ജ്യേഷ്ഠൻ്റെ സ്നേഹം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നോട് ക്ഷമിക്കൂ ജ്യേഷ്ഠ. അങ്ങ് രാജ്യഭാരം ഏറ്റെടുത്ത് രാജാവായി വാണാലും, ബ്രഹ്മദത്തൻ അപേക്ഷിച്ചു. വേണ്ട അനുജ, എനിക്ക് രാജ്യവും അധികാരവും ഒന്നും വേണ്ട. നീ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുന്നതിലാണ് എനിക്ക് ആനന്ദം. പോകൂ, നിനക്ക് നല്ലത് വരട്ടെ. ഇത്രയുമാണ് കഥ. നമ്മൾ ഇവിടെ ഒരു നായകനെ കാണുകയാണ്. എന്തുകൊണ്ട് ഞാൻ ഒരു നായകനെ, ഒരു യഥാർത്ഥ നായകനെ കണ്ടു എന്ന് പറയുന്നതിന് മുമ്പ്, ഈയിടയ്ക്ക് അല്ല കുറച്ച് നാൾ മുമ്പ് പത്രത്തിൽ വായിച്ചൊരു ചെറിയ ന്യൂസ് ഐറ്റമുണ്ട്, ഒരു ചെറിയൊരു വാർത്തയുണ്ട്. ഒരു നടൻ പറഞ്ഞൊരു അഭിപ്രായത്തെക്കുറിച്ചുള്ളൊരു വാർത്തയാണ്. അത് എനിക്കൊന്ന് ബോളിവുഡിലുള്ള നവാസുദ്ദീൻ സിദ്ദിഖിയാണ്. അദ്ദേഹം ഇപ്പോൾ വളരെ ശ്രദ്ധിക്കപ്പെടുന്നൊരു നടനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയ ശൈലി കൊണ്ടുമൊക്കെ ഇപ്പോൾ സമകാലിക ബോളിവുഡ് സിനിമകളിൽ വളരെ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, 25 ഗുണ്ടകളെ ഒറ്റയ്ക്ക് നേരിടുന്ന സുന്ദരനായ നായക കഥാപാത്രം നല്ല ബോറാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു യൂട്യൂബ് ചാനലിലാണ് അദ്ദേഹം അത്, അങ്ങനൊരു യൂട്യൂബ് ചാനലിലൊരു ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം അങ്ങനൊരു അഭിപ്രായം പറഞ്ഞത്. സുന്ദരനായ നായകനിൽ മറ്റൊന്നും നോക്കാതെ നായിക ആകൃഷ്ടനാകും. എന്താണ് അയാളുടെ ജോലിയെന്നോ എവിടെ നിന്നാണ് പണം ലഭിക്കുന്നതെന്നോ ഒന്നും പ്രശ്നമല്ല. ആളുകളെ തല്ലുന്നതാണോ പെൺകുട്ടികൾക്ക് ഇഷ്ടമാകാനുള്ള വഴി? എല്ലാവരെയും രക്ഷിക്കുന്ന, ലോകം രക്ഷിക്കുന്ന നായകൻ. ഞാൻ ജീവിതത്തിൽ അത്തരം ആളുകളെ ഒന്നും കണ്ടിട്ടില്ല. എത്ര കാലമായി ഇത് തന്നെ കാണുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അത്തരം റോളുകൾ ഇഷ്ടവുമല്ല. അഭിനയ മികവ് ആവശ്യപ്പെടുന്ന സങ്കീർണ കഥാപാത്രങ്ങൾ ചെയ്യാനാണ് ഇഷ്ടം. സ്വയം പ്രശംസിക്കാതെ മറ്റെല്ലാ മനുഷ്യരെ പോലെ തെറ്റുകൾ പറ്റുന്ന ഇരുണ്ട നിഴലിലുള്ള കഥാപാത്രങ്ങൾ ചെയ്യണം. ഇതൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അദ്ദേഹം പറഞ്ഞതൊന്ന് ഇവിടെ കോട്ട് ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹവും ചെയ്യുന്നത്, സത്യം പറഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ്. ഒരു വില്ലനിസമൊക്കെ ഉള്ള കഥാപാത്രങ്ങൾ. സത്യം പറഞ്ഞാൽ മനുഷ്യരെല്ലാം അങ്ങനെയല്ലേ അല്ലേ? ഒരു സമ്മിശ്രമാണല്ലേ മനുഷ്യരെല്ലാവരും. അങ്ങനെ വലിയ മഹാന്മാരായ അല്ലേ ആൾ ദൈവങ്ങൾ പോലും എന്തൊക്കെ തെറ്റുകളാണ് ചെയ്യുന്നത്. പുരോഹിതർ അല്ലേ തെറ്റുകൾ ചെയ്യുന്നില്ലേ? അപ്പോൾ മനുഷ്യരെല്ലാവരും ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു മനുഷ്യരും ഇല്ല അല്ലേ, അങ്ങനെ തെറ്റുകളൊന്നും ഇല്ലാത്ത മനുഷ്യരൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ചെയ്യുന്നവരാണ്. പക്ഷെ നമ്മുടെ സിനിമകളിൽ നായകൻ സൽഗുണ സമ്പന്നനാണ്. അപ്പോൾ ഞാൻ തിരിച്ച കഥയിലോട്ട് വരികയാണ്. ഇവിടെ ഒരു യഥാർത്ഥ നായകനെയാണ്. അദ്ദേഹം ത്യാഗ ചെയ്യുകയാണ് അല്ലേ. ഈ രാജകുമാരൻ ജ്യേഷ്ഠനെ തടങ്കലിലാക്കാൻ ഉള്ള ശ്രമത്തിലാണ്. ജ്യേഷ്ഠൻ തൻ്റെ അധികാരം പിടിച്ചെടുക്കുമോ എന്നൊക്കെ ഉള്ള ഒരു ആശങ്കയിലാണ്. അപ്പോൾ കുറേ കുബുദ്ധികളായ കൂട്ടുകാരും കൂടെ ചേരുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ആ ജ്യേഷ്ഠനെ സംശയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു യഥാർത്ഥ നായകൻ എന്ന് പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് ത്യാഗമുണ്ടല്ലേ. അനുജന് രാജ്യഭരണം പോട്ടെ, എനിക്ക് രാജ്യഭരണമൊന്നും വേണ്ട, അവൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നല്ല ജ്യേഷ്ഠനുണ്ട്. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ ഇങ്ങനെ നായക കഥാപാത്രങ്ങൾ കുറവായിരിക്കാം, അല്ലെ നമ്മളങ്ങനെ കാണാറുമില്ല. എല്ലാവർക്കും അതിനോടൊക്കെ
അധികാരത്തോടും പണത്തിനോടും സുഖ സൗകര്യങ്ങളോടും അല്ലേ, രാജാവെന്ന് പറയുമ്പോൾ എന്തുമാത്രം സുഖ സൗകര്യങ്ങളാണ്, അതിനോടൊക്കെ താല്പര്യമുള്ള മനുഷ്യരാണ്. അപ്പോൾ ഞാനിങ്ങനെ ഒരു താരതമ്യം ചെയ്തതാണ് അല്ലേ, യാഥാർത്ഥ്യവും മിഥ്യയും തമ്മിൽ. കഥകളാണ് പലപ്പോഴും. കഥകളിലാണ് നമ്മളിങ്ങനെ സദ്ഗുണ സമ്പന്നരായ നായകരെയൊക്കെ കാണുന്നത്. ഇതിനകത്ത് എന്തായാലും നമുക്ക് അങ്ങനെ അത്തരത്തിലുള്ള ഒരു നായകനെ നമുക്ക് കാണാം അല്ലേ. അദ്ദേഹം എല്ലാം ത്യജിക്കുകയാണ്, എന്നാൽ അദ്ദേഹം വീരനുമാണ്. അമ്പെയ്ത്തിൽ അല്ലേ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യം നമ്മൾ ഈ കഥയിൽ അറിഞ്ഞതാണ്. പക്ഷേ അധികാരം തൻ്റെ കൈപ്പടിയിലോട്ട് എത്തുമ്പോൾ അദ്ദേഹം പറയുകയാണ്, എനിക്ക് ഈ അധികാരമൊന്നും വേണ്ട, എനിക്ക് ഇതിനോടൊന്നും താല്പര്യമില്ല, എൻ്റെ അനുജന് കൊടുത്തേക്കൂ, നീ എടുത്തോ എന്നൊക്കെ പറയുന്ന ഒരു നല്ലൊരു ജ്യേഷ്ഠൻ നമുക്ക് എപ്പോഴും അങ്ങനെ കാണാനേ പറ്റില്ലല്ലേ. ഒരു കുടുംബത്തിൽ തന്നെ അല്ലേ, രാഷ്ട്രീയ കുടുംബങ്ങൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളും ഒക്കെ അധികാരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയും പരസ്പരം സംശയിക്കുകയും പോരാടുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ അല്ലേ രാഷ്ട്രീയത്തിലൊക്കെ, സമകാലിക രാഷ്ട്രീയത്തിലൊക്കെ നമുക്ക് കണ്ട കാഴ്ചകളാണ്. അധികാരത്തിന് വേണ്ടി രണ്ട് പാർട്ടിയിലോട്ടൊക്കെ അല്ലേ ചേക്കേറുന്ന സഹോദരങ്ങളെയൊക്കെ നമ്മൾ കാണുന്നതാണ്. അധികാരം അത്രയ്ക്ക് മത്തുപിടിപ്പിക്കുന്നതാണ്. അപ്പോൾ എവിടെയും അധികാരക്കൊതി ഉണ്ട്. അധികാരത്തിലിരിക്കുന്ന പിതാവിനോ മാതാവിനോ ചുറ്റും അധികാരക്കൊതിയോടുകൂടി സഞ്ചരിക്കുന്ന പുത്രന്മാരും പുത്രിമാരും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പിതാവ് മരിക്കുമ്പോൾ അല്ലേ ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന പുത്രനും പുത്രിയും ഒക്കെ, അല്ലെങ്കിൽ പിതാവ് തന്നെ ഉദ്ദേശിക്കുന്നത് മക്കൾക്ക് ആ അധികാരം കൈമാറണം. അതിപ്പോൾ പാർട്ടിയുടെ സ്ഥാനമായാലും അല്ലേ, തലപ്പത്ത് പാർട്ടിയുടെ ഒരു തുടങ്ങിയ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കാനായാലും, അതുപോലെ അധികാരം അല്ലേ, അധികാരത്തിൽ കയറാനായാലും എല്ലാം അങ്ങനെ ഒരു വ്യഗ്രത അല്ലേ എല്ലാവരും കാണിക്കുന്നുണ്ട്. ആരും അങ്ങനെ ഒരു ത്യാഗം ചെയ്യാനൊന്നും അങ്ങനെ തയ്യാറല്ല ഈ ലോകത്ത്. അപ്പോൾ അങ്ങനെ ഒരു മാതൃകാ പുരുഷനായിട്ട് ഈ കഥയിൽ നായകൻ മാറുകയാണ്. അധികാരത്തോട് അത്ര ഒരു പ്രണയമൊന്നും ഈ മനുഷ്യനില്ല. ഈ മനുഷ്യൻ അത് വേണ്ടാന്ന് പറയുകയാണ്. അങ്ങനെ പറയുക എന്ന് പറഞ്ഞാൽ അതിന് അസാമാന്യ ധൈര്യം, അങ്ങനെ ഒരു ധൈര്യം പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ കഥ വളരെ വ്യത്യസ്തമാകുന്നതും അവിടെയാണ്. ഒരു യഥാർത്ഥ അല്ലേ നായകനെയൊക്കെ നമ്മൾ കാണുകയാണ്. സിനിമയിലെ നായകന്മാരല്ല, സിനിമയിലെ നായകന്മാരെ വില്ലന്മാരെ ഇടിച്ച് തകർത്ത് അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അങ്ങനെ ഒരു ത്യാഗത്തിൻ്റെ ഒരു പരിവേഷമൊക്കെ പലപ്പോഴും നായകന്മാർക്കില്ല. അവർ പ്രതികാരം വീട്ടുന്ന നായകന്മാരാണ് അല്ലേ. അങ്ങനെയൊക്കെ വളരെ 100 പേരൊക്കെ ഇടിച്ച് നിലം പരിശാക്കുന്ന നായകന്മാരാണ്. അങ്ങനെയൊക്കെയുണ്ട്. അവിടെയാണ് ഞാൻ ഈ നവാസുദ്ദീൻ സിദ്ദിഖിയുടെ ആ ഇൻ്റർവ്യൂവിൽ നിന്നുള്ള ഭാഗം വായിച്ചത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയാണ്, മനുഷ്യരെല്ലാം അല്ലേ അതൊരു നല്ലൊരു അതൊരു ഉൾക്കാഴ്ചയാണ് അല്ലേ. മനുഷ്യരെല്ലാവരും ഇങ്ങനെ സമ്മിശ്രമായിട്ടുള്ള മനുഷ്യരാണ്. നമ്മളാരും ഒരു പൂർണ്ണ എന്താ പറയുക എല്ലാം തികഞ്ഞ അല്ലെങ്കിൽ നന്മയുടെ പരിച്ഛേദമായ ഒരു മനുഷ്യനെയൊന്നും നമ്മൾ കാണാറില്ല. അങ്ങനെയൊന്നും സംഭവിക്കാറില്ല. മനുഷ്യനെയോ സ്ത്രീയോ ഒന്നും നമ്മൾ കാണാറില്ല. എല്ലാവരിലും എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുള്ളവരെയൊക്കെ കാണുന്നത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും ഒരു കഥയും ഇത്തരത്തിൽ കുറച്ച് ചർച്ചകളും ചിന്തകളുമൊക്കെ ആയിട്ട് വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. തൽക്കാലം വിടവാങ്ങുന്നു. സൈനിങ് ഓഫ്, ബോണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.